ഹലോ ഹായ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 വർഷമായി. കോവിഡ് സമയത്താണ് തുടങ്ങിയത്. ഒരു വീഡിയോ മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 1 വർഷമായിട്ടാണ് വീണ്ടും ഇതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എൻ്റേതായ എൻ്റെ മൈ തോട്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചാനലിനെ കുറിച്ചിട്ടാണ് എൻ്റെ ചിന്തകൾ. അത് മാത്രമല്ല, എൻ്റേതായ ഒരു ഡയറി പോലെ എല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശിച്ചിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കൊരു പെൻഡ്രൈവിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചത് അതായിരുന്നു, നമ്മളതായ ഒരു സൂക്ഷിക്കേണ്ട ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അതിലേക്ക് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നീട് ഈ കാലം കഴിയുമ്പോൾ സ്വഭാവം മാറുന്ന പോലെ പിന്നെ കുറച്ച് വീഡിയോസ് കഴിഞ്ഞ വർഷം മുതലാണ്, ഇപ്പം 1 വർഷമായിട്ടില്ല ഞാൻ അപ്ലോഡിങ് തുടങ്ങിയിട്ട്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അതിനുള്ള ഒരു സമയം കിട്ടാറില്ല, ജോലി കാരണം. അത്രയും ഒന്നും വീഡിയോസിന് പിന്നാലെ നടക്കാൻ സമയമില്ല. പക്ഷെ എല്ലാത്തൊരു ഇഷ്ടമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് സമയം കണ്ടെത്തിയിട്ട് എൻ്റെതായ പേഴ്സണൽ ടൈമാണ് രാത്രി, ആ സമയത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ വ്യൂവേഴ്സൊക്കെ എങ്ങനെ കൂട്ടാമെന്നുള്ള വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. ഈ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ എൻ്റെ ഒരു വീഡിയോസിനും വ്യൂവേഴ്സ് കൂട്ടിയിട്ടില്ല. പക്ഷേ ആ വ്യൂവേഴ്സ് നമ്മൾ ഏത് വീഡിയോ ആണ് കാണുന്ന അവർക്ക് ഭയങ്കര ലൈക്കും കമൻസും വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അവരുടെ വീഡിയോ കണ്ടത് കൊണ്ടൊന്നും നമുക്ക് വ്യൂവേഴ്സൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്ത് നല്ല ക്ലാരിറ്റിയോട് കൂടി വീഡിയോ ചെയ്യുക, പിന്നെ നല്ല കണ്ടന്റിന് തന്നെയാണ് ഇതിന് പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്തില്ല, അത് 5000 സംതിങ് വ്യൂവേഴ്സ് കിട്ടി. ഒരു 100 വ്യൂവേഴ്സ് കിട്ടിയാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ അതിന് 5000 എബോവ് വ്യൂവേഴ്സ് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ സമകാലികമായിട്ട് നടക്കുന്ന സംഭവത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നുവെച്ചാൽ നമ്മളെ സിനിമയെ കുറിച്ചിട്ടാണ്. അതായത് ഈ എറണാകുളത്ത് ഒരു കാലത്ത് എല്ലാ തിയേറ്ററുകളും ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടത്തില്ല, അത്രയ്ക്ക് ഹൗസ്ഫുള്ളാണ്. ബ്ലാക്കിന് എടുക്കുക മാത്രമാണ് നിവൃത്തിയുള്ളൂ. ആ എറണാകുളത്തുള്ള എല്ലാ തിയേറ്ററുകളും ഇന്ന് പൂരപ്പറമ്പ് കാലിയായതുപോലെ ഫുൾ കാലിയാണ്. പൂരം കഴിഞ്ഞാലുള്ള പൂരപ്പറമ്പ് പോലെ അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ വളരെ ഷൂട്ട് ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിന് നല്ല വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം അത് കിട്ടാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഹേമ കമ്മിറ്റിയോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ സിനിമയോട് ബന്ധപ്പെട്ട വീഡിയോസ് കാണുന്ന സമയത്താണ് ഇത് ചിലപ്പം ഇതും കണ്ടിട്ടുണ്ടാവാം. നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തെങ്കിൽ സിനിമ കാണരുത് അല്ലെ, അങ്ങനെ എന്തോ ഒരു ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ സമകാലികമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ഒക്കെയുള്ള വീഡിയോസിനൊക്കെ പെട്ടെന്ന് വ്യൂവേഴ്സ് കൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വീഡിയോ ക്ലാരിറ്റി തന്നെ ആയിരിക്കാം. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരെ വ്യൂവേഴ്സ് കൂട്ടാന്നല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് 1-2 വീഡിയോസ് കണ്ടാൽ അത് മതിയാവും. അല്ലാതെ ഇത്തരം വീഡിയോകൾ കണ്ടതിനെ കൊണ്ടൊന്നും ഗുണമില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റിയോടുകൂടി നല്ല അവതരണങ്ങളൊക്കെ കൂടിയൊക്കെ വീഡിയോ ചെയ്യുക. അപ്പോൾ എനിക്കൊന്നും ഇതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. നമ്മൾ ഇതൊരു പാഷൻ പോലെ കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ നമ്മൾ എന്ത് സംഭവം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചെറിയ ചെറിയ താല്പര്യങ്ങൾ തോന്നും. വ്യൂവേഴ്സ് വേണം, സബ്സ്ക്രൈബർ വേണം, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നാലെയൊന്നും പോകാറില്ലെങ്കിലും നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.